ഉന്നതനായുള്ള ആൾക്ക് മുഖ്യമന്ത്രിക്ക് അയച്ചു കൊടുത്ത അപേക്ഷയുടെ രേഖ അടക്കുന്നത്, അതായത് 2021 തൊട്ട് അയക്കാൻ തുടങ്ങിയതാണ്ടത്. പിന്നെ ഓൺലൈൻ ഒത്തിരി അയച്ച്. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ മേഡത്തിന് അയച്ചായിരിക്കും, ഹെൽത്ത് മിനിസ്റ്റർക്ക് അയച്ചാണ് അടിക്കിടക്കുന്നത്. എടുത്തു വേണ്ട ഇത്ര ഈ വെള്ളം കാണുന്ന ഹെൽത്ത് മിനിസ്റ്റർക്ക് കിടക്കുന്നുണ്ടോ, അഡ്രസ്സ് കിടക്കുന്നുണ്ടോ, ഹെൽത്ത് മിനിസ്റ്റർ ട്രിവാൻഡ്രം കിടക്കുന്നുണ്ടോ, വേണ്ടേ വെൽഫെയർ എല്ലാം ഉണ്ട്. അവർക്ക് അയച്ച്. മെഡിക്കൽ കൗൺസിലിന് അയച്ച് വേണ്ടേ, അതായത് ഈ ചുവപ്പ് കളർ കാണുന്ന മൊത്തം മെഡിക്കൽ കൗൺസിലിൻ്റെയാണ്. ഒരു മറുപടിയും കിട്ടിയിട്ടില്ല. എന്നാൽ അന്ന് തൊട്ട് അയച്ചാ 2021 തൊട്ട് അയച്ച, ഇത് അറിഞ്ഞിടം തൊട്ട് ഈ മരുന്ന് ക്യാൻസറിൻ്റെ ആണെന്ന് അറിഞ്ഞതിന് തൊട്ട് അന്ന് തൊട്ട് അയക്കാൻ തുടങ്ങിയതാണ്. പക്ഷേ ആരും അതിന് മറുപടി തരുന്നുണ്ട്, ഈ ഞങ്ങൾക്ക് അതിന് തെളിയിക്കാൻ പറ്റുന്നില്ല, അങ്ങനല്ല ഇങ്ങനല്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇതെല്ലാം മെഡിക്കൽ ഓഫീസർമാർക്ക് അയച്ചാണ്ട്, ഇതൊക്കെ എല്ലാ ജില്ലാ മെഡിക്കൽ ഓഫീസർമാർക്ക് അയച്ചത്, പോലീസുകാർക്ക് അയച്ചിട്ടുണ്ട്. ഇതെല്ലാം അങ്ങനെയുള്ളതാണ്. കവർ അപേക്ഷ ഇതൊന്നും അല്ല. ഇനി ഒരു 25 കിലോ അപേക്ഷ ഇരിപ്പുണ്ട് കവർ കൂടാതെ. അതായത് നമ്മുടെ കേരളത്തിലുള്ള നമ്മുടെ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ കൂടെയുള്ള മന്ത്രിമാർക്കും നവകേരള സദസ്സിലും എല്ലാം കൊടുത്തു. നവകേരള സദസ്സിൽ കൊടുത്തെങ്കിലും 20 മന്ത്രിമാർക്കാണ് കൊടുത്തത്. വേണ്ടേ, ഇത് കണ്ടോ, എല്ലാ അപേക്ഷകളാണ് കണ്ടോ, ഇത് കണ്ടോ. ഈ രാജ്യത്ത് ഇത്ര അപേക്ഷ കൊടുത്ത ആൾ കാണത്തില്ല. അതാണ് നമ്മുടെ കേരളം. സുതാര്യ കേരളമാണ്. മനുഷ്യനെ പറ്റിക്കാൻ അന്ന് ഞാൻ വിചാരണ അവനെ നടത്തിയിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് ശിക്ഷ കഴിഞ്ഞിറങ്ങായിരുന്നു. അതായത് എൻ്റെ കാലാവധി കഴിഞ്ഞിട്ട് ഇപ്പോൾ എനിക്ക് സുഖമായിട്ട് ഇറങ്ങാം. ഇനി ഞാൻ എത്ര നാൾ നടക്കണം അവനെ കൊന്നിച്ച്. ഈ രാജ്യത്ത് ഇത്ര അപേക്ഷ കൊടുത്ത ആൾ കാണത്തില്ല. അതാണ് നമ്മുടെ കേരളം. സുതാര്യ കേരളമാണ്. മനുഷ്യനെ പറ്റിക്കാൻ, നിരവധികളെ പീഡിപ്പിക്കാനും പനി പിടിച്ചനെ അടിക്കാനും മുടന്തനെ അടിക്കാനും കണ്ണില്ലാത്തനെ അടിക്കാനും വികലാങ്ങനെ അടിക്കാനും ഒക്കെ നടക്കുന്നില്ലേ. ന്യായത്തിൻ്റെ ഭാഗത്ത് കുറച്ചെങ്കിലും നിന്നൂടെ? ഞങ്ങളൊരു മനുഷ്യരല്ലേ. നമസ്കാരം. എറണാകുളം നെട്ടൂരിലെ ഡോക്ടർ ഷേണോയിസ് കെയർ എന്ന ആശുപത്രിയിലെ ഡോക്ടർ പത്മനാഭ ഷേണോയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി കരുനാഗപ്പള്ളി സ്വദേശിയായ മോഹനൻ രംഗത്തെത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ 31 വയസ്സുള്ള മകൻ ഏറെ നാളായി ഈ ഡോക്ടറുടെ ചികിത്സയിലായിരുന്നു. ഈ ചികിത്സയിലിരിക്കെ ഇദ്ദേഹം മരുന്ന് പരീക്ഷണം നടത്തി എന്നുള്ള ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. ഈ മരുന്ന് പരീക്ഷണം നടത്തിയതിനെ തുടർന്ന് ഈ അഖിലിന് 17 വയസ്സ് മുതൽ ഇപ്പോൾ 31 വയസ്സാകുമ്പോൾ ശരീരമെല്ലാം ശോഷിച്ച് എഴുന്നേറ്റ് നിൽക്കാൻ പോലും ആവാത്ത അവസ്ഥയിലേക്ക് എത്തി എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് സംബന്ധിച്ച് നിരവധി പരാതികളാണ് സർക്കാരിനും പോലീസിനും അടക്കം പലർക്കും നൽകിയത്. എന്നാൽ യാതൊരു നിയമ സഹായവും അവിടെ നിന്നും ഉണ്ടായിട്ടില്ല, നിയമ നടപടികളും ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. 9ാം ക്ലാസ് വരെ മാത്രം പരിജ്ഞാനമുള്ള പഠനം പൂർത്തിയാക്കിയ അദ്ദേഹം സ്വന്തമായിട്ട് തന്നെയാണ് ഈ അപേക്ഷകളൊക്കെ കൊടുത്തതും എല്ലാം വിവരാവകാശ രേഖകളൊക്കെ കൊടുത്തതും കേന്ദ്ര ഗവൺമെൻറ്റിന് പോലും അദ്ദേഹം അപേക്ഷകൾ നൽകിയതും മലയാളത്തിൽ തന്നെയാണ് എഴുതി അയച്ചതുമൊക്കെ. എന്തായാലും ഇപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായ അനുഭവങ്ങൾ മറുനാടൻ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയാണ്. എന്താണ് മകന് സംഭവിച്ചത്? മകന് സംഭവിച്ചതെന്ന് വെച്ചാൽ 2011 കാൽപാദത്തിനുള്ള നീരും വേദനയും കാരണം നമ്മൾ അടുത്തുള്ള ഒരു ആയുർവേദ ആശുപത്രിയില്ല, അന്ന് മോനെ +2 പഠിച്ചുകൊണ്ടിരിക്കുക. അടുത്തുള്ള ഒരു സ്വകാര്യ ആയുർവേദ ആശുപത്രിയില്ല, ഈ വെള്ളിക്കാവിലുള്ള പോയിട്ട് അവിടെ ചെന്ന് ശർമ്മ എന്ന് പറഞ്ഞ ഡോക്ടറെയാണ് കൺസൾട്ട് ചെയ്യുന്നത്. ഡോക്ടർ ശർമ്മ. ഇവർക്ക് പഠിച്ചിറങ്ങുന്ന പിള്ളേരാണ് പൊളിയുന്നേ, അവർക്കൊന്നും അറിയില്ല. അവർ എന്തോ ഒരു വാദമാണെന്നും പറഞ്ഞ് ആമവാദാരി എന്ന് പറഞ്ഞ് കുറേ കഷായവും ഗുളികയൊക്കെ തന്ന്, എന്നിട്ട് പറഞ്ഞ് ഇതങ്ങ് മാറും 6 മാസം കഴിഞ്ഞിട്ട് മാറുന്നില്ല. പിന്നെ അങ്ങനെ 1 വർഷത്തോളം അവിടെ ചികിത്സിച്ച് ഇത് കഴിച്ച് ഒരു കുറവില്ല. എന്നാൽ പുള്ളി തന്നെ റെഫർ ചെയ്ത് എറണാകുളത്തെ ഒരു മെയിൻ മെഡിക്കൽ കോളേജ്, അതായത് സ്വകാര്യ ആശുപത്രി, വലിയ ആശുപത്രി, അറിയപ്പെടുന്ന ഒരു ആശുപത്രിയാണ്. ആ ആശുപത്രിയിൽ റെഫർ ചെയ്ത് വിട്ട്. അതോടെ ഞങ്ങൾ ബസ്സിനകത്ത് മോനെയായിട്ട് പോയി. അന്ന് മോന് ഞാൻ വലിയ കുഴപ്പമില്ല, കാൽപാദത്തെ നീരും വേദനയും മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒന്നുമില്ല. കാൽപാദത്തെ നീരും വേദനയും ഇതാണ്. അങ്ങനെ അവിടെ ചെന്ന് കണ്ടത് ആശുപത്രിയിലെ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടർ പത്മനാഭ ഷേണായി എന്നാണ് പുള്ളിയുടെ പേര്, പത്മനാഭ ഷേണായി. ഈ പത്മനാഭ ഷേണായിയെ കണ്ട് OP ഒക്കെ എടുത്ത് കണ്ട് കഴിഞ്ഞിട്ട് പുള്ളി ബ്ലഡ് ടെസ്റ്റ് എഴുതി തന്നു കഴിഞ്ഞപ്പോൾ ബ്ലഡ് ടെസ്റ്റിനകത്ത് വൈകുന്നേരത്താണ് കിട്ടിയത്, രാത്രിയായി കിട്ടി, 7 മണിയായി. അതിനകത്ത് എഴുതിയിരിക്കുന്നത് ESR 42 എന്ന് മാത്രമേ അതിനകത്ത് എഴുതിയിട്ടുള്ളൂ. മനസ്സിലല്ലേ? അതിൻ്റെ തെളിവാണാണ്ടിത് ആദ്യം തന്നാണ്ടേ ESR 42 റൗണ്ട് ഇട്ടേക്കുന്ന കണ്ടോണ്ടേ ESR 42. ഇത് വെച്ചാണ് ചികിത്സ തുടങ്ങുന്നത്. എന്ത് അസുഖമാണെന്ന് ഞങ്ങൾക്കറിയില്ല. അതിൻ്റെ ഇപ്പുറത്തും ഉണ്ട് വേണ്ടേ ഒപ്പൊക്കെ ഇട്ടേക്കുന്നത്. അതിൻ്റെ ഡേറ്റ് ഉണ്ട് 30/12/2011 വേണ്ടേ. ആദ്യം കാണിക്കുന്ന ഇതാ ESR 42. പല കാരണം കൊണ്ട് ESR കൂടാറുണ്ട്. നമുക്ക് പനി വന്നാലുണ്ടാവും, തലവേദന വന്നാലുണ്ടാവും, TV വന്നാലുണ്ടാവും. എന്ത് അസുഖത്തിനും മെയിനായിട്ട് വരുന്ന ഒരു സാധനമാണ് ESR. ഇതിൻ്റെ പേരിലാണ് പുള്ളി ചികിത്സ ആരംഭിച്ചത്. എന്താണെന്ന് നമുക്കറിയില്ല. കാര്യം ഈ ഡോക്ടർമാരെ നമ്മൾ ദൈവമായിട്ടാണ് കാണുന്നത്. കാര്യം അവർ ചതിക്കുമെന്നോ വഞ്ചിക്കുമെന്നോ നമുക്കറിയില്ലല്ലോ. അവരുടെ ഉള്ളിലും ബിസിനസ് മൈൻഡാണ്. ബിസിനസ് മൈൻഡ് വെച്ച് പാവങ്ങളെ ചൂഷണം ചെയ്യുക, അവരെ കൊല്ലുക മരുന്ന് കുത്തിവെച്ചിട്ട്. നമ്മൾ വിശ്വസിച്ചില്ല, നമുക്ക് അറിയത്തില്ല, നമ്മൾ അജ്ഞാത മുതലെടുക്കുവാണ്. എന്നിട്ട് അവർ ന്യൂക്കോക്സിയ എന്ന് പറഞ്ഞൊരു മരുന്നാണ്.
ഞാനിപ്പോഴേ ഇതൊക്കെ പഠിച്ചാന്നറിയില്ല. ന്യൂക്കോസ് എന്ന് പറഞ്ഞ മരുന്ന് ക്യാൻസർ രോഗിക്ക് കൊടുക്കുന്നതാണ്, നമുക്കറിയില്ല. അത് കഴിച്ച വേദന മാറി. അത് തന്നെ SAS-DS 1000 mg 3 പിന്നെ കുറേ പോളികാർബണേറ്റോ ഏതാണ്ടൊക്കെ കുറേ പിന്നെ വൈറ്റമിൻ ഗുളിക ഒരു പാക്കേജ് അവർ എഴുതി തന്നിട്ട് പറഞ്ഞ് 3 മാസം കഴിഞ്ഞ് വരണം. 8000 രൂപയാണ് വാങ്ങിക്കുന്നത് അന്ന് ആ കാശിന് വിലയുള്ള സമയമാണ്. 8000 രൂപയിൽ കൂടുതലാവും മേടിച്ച് അടച്ചേച്ച്. പിന്നെ അടുത്ത ഡേറ്റ് എടുത്തുകൊണ്ട് നമ്മൾ വരുന്നത്. ഡേറ്റ് എടുത്തുകൊണ്ടിരുന്ന അടുത്ത ബുക്കിങ്ങിനുള്ള കിട്ടത്തില്ല. അങ്ങനെ നമ്മൾ അടുത്ത 3 മാസം കഴിഞ്ഞ് ചെല്ലുമ്പോൾ ഇതേ മരുന്നാണ് ഈ പാക്കേജ്. അന്നൊരു ESR 42 ഇച്ചിരി ഒന്ന് കുറഞ്ഞ് വേദനയുടെ ഗുളിക കഴിച്ചുകൊണ്ട്. ഇത് മാത്രമേ പുള്ളി നോക്കിയിട്ടുള്ളൂ. 2014 വരെ പുള്ളി എന്നോട് പറഞ്ഞത് 1 വർഷം ചികിത്സിക്കണം, ഇച്ചിരി കൂടി വേദന 1 വർഷം ചികിത്സിക്കുമ്പോൾ പൂർണ്ണമായിട്ട് മാറ്റി തരാമെന്നും പറഞ്ഞാണ് പുള്ളി ഈ മരുന്നുകൾ തന്നെ. പക്ഷേ വേദന കുറഞ്ഞ് അസുഖം മാറിയില്ല. അസുഖത്തിന് അസുഖം അറിഞ്ഞ് ചികിത്സയെങ്കിലും അസുഖം മാറുകയുള്ളൂ, അസുഖം മാറിയില്ല. അങ്ങനെ 2014 ആയപ്പോഴത്തേക്കും മോൻ്റെ ശരീരത്തിന് പിന്നെ നല്ല രീതിയിലാണ് മെലിയാൻ തുടങ്ങി, ക്ഷീണിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പുള്ളിയോട് പറഞ്ഞു, മോൻ ഇത്രയും സാർ 1 വർഷം കൊണ്ട് മാറ്റി തരാമെന്ന് പറഞ്ഞ് ഇത്രയും മരുന്ന് കഴിച്ചിട്ട് മോൻ അസുഖം മാറുന്നില്ല. പുള്ളിക്ക് ദേഷ്യമായി കാണുമായിരിക്കും. പുള്ളി അന്നേരം പറഞ്ഞു, ഞാനിപ്പോൾ ഒരു മരുന്ന് നിങ്ങൾക്ക് എഴുതി തരാം, എല്ലാം മാറും അസുഖങ്ങൾ, കുട്ടപ്പനാവും, കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ മരുന്ന് ഇങ്ങോട്ട് എഴുതി തന്ന് രാത്രി ഒരു ക്യാപ്സൂൾ, വില കൂടിയ ക്യാപ്സൂളാണ്. ഈ ക്യാപ്സൂൾ രാത്രി കൊടുത്തു കഴിഞ്ഞാൽ ഉറക്കമാവും, സോളിപ്പാൻ പറ്റത്തില്ല കുഞ്ഞിന്. അതിൻ്റെ പേരാണ് താലിഡോമൈഡ് എന്ന് പറയും. താലിഡോമൈഡ് എന്ന് പറഞ്ഞ മരുന്നാണ്. താലിഡോമൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ നമുക്ക് അന്നറിയില്ലായിരുന്നു. ഇത് കൊടുത്ത് വിളിച്ച ഓഫീസ് വിളിച്ച് വന്നപ്പോൾ ഡോക്ടറെ കിട്ടത്തില്ല. അവർ തിരിച്ച് റിപ്ലൈ തന്നു പിറ്റേന്ന്, കുഴപ്പമില്ല, മുടങ്ങാതെ കൊടുത്തോ, നല്ലതാണ്, മുടക്കി കഴിഞ്ഞാൽ അസുഖം കൂടും, കൊടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ നമ്മളെന്ത് ചെയ്തു, ഈ ആവശ്യകതകൾ സഹിച്ചാൽ കൊടുത്തിട്ട് അസുഖം മാറണ്ടേ കുഞ്ഞിൻ്റെ. അങ്ങനെ കൊടുത്ത് അങ്ങനെ 2014 ആയപ്പോഴത്തേക്ക് അതിൻ്റെ ഡേറ്റായി വീണ്ടും. നമ്മൾ 3 മാസം കുഴിക്കുമ്പോഴേ ചെല്ലുന്നേ. 2014 അതിൻ്റെ ഡേറ്റായി വന്നപ്പോഴത്തെ അടുത്ത ഡേറ്റായി വന്നപ്പോഴത്തേക്ക് എനിക്ക് വിളി വന്നു. ഷണയുടെ പിന്നെ ഓഫീസിൽ നിന്ന് സ്റ്റാഫ് വിളിച്ചിട്ട് പറയുകയാണ്, അത് ഇന്നാര് പിന്നെ ഡോക്ടർ നെട്ടൂർ ഒരു പുതിയ ക്ലിനിക്ക് തുടങ്ങിയിട്ടുണ്ട്, ഇനി അങ്ങോട്ട് വന്നാൽ മതി, ഇനി മറ്റേ ഹോസ്പിറ്റലിലോട്ട് പോകണ്ട, വലിയ ഹോസ്പിറ്റലിലോട്ട് പോകണ്ട, സാറ് അവിടെ നിന്ന് റിസൈൻ ചെയ്ത് സ്വന്തമായിട്ട് ഒരു ഹോസ്പിറ്റൽ തുടങ്ങി നെട്ടൂർ. അതിൻ്റെ പേരാണ് സ്റ്റേണോയ് കെയർ സെൻറ്റർ ആശുപത്രി. ഇവിടെ ചെന്ന് ചികിത്സ അങ്ങോട്ട് തുടങ്ങി. ഈ മരുന്ന് തന്നെ അവിടെയും തരുന്നത്, പക്ഷേ കമ്പനി വ്യത്യാസം ഉണ്ടെന്നുള്ളൂ. ഇതേ മരുന്ന്, ഇത് തൈക്കാടെന്ന് പറഞ്ഞ കമ്പനിയായിരുന്നു, മറ്റേത് വേറൊരു വലിയ കമ്പനിയായിരുന്നു. കമ്മീഷൻ്റെ ഇതായിരിക്കും. 2 മരുന്നൊന്നും തന്നെ, ഈ താലിഡോമൈഡ് തന്നെ. ഈ മരുന്ന് അങ്ങോട്ട് കഴിച്ച് എന്തായാലും 2014 തൊട്ട് 2017 വരെയും മോനെ കൊണ്ട് ഈ മരുന്ന് തീറ്റിച്ച് മോൻ്റെ ആരോഗ്യസ്ഥിതി വഷളായിക്കൊണ്ടിരുന്നുമായിരുന്നു. ഇരിക്കുന്ന കൂട്ടത്തിൽ 2017 ആയപ്പോൾ ഞാൻ വെള്ളം ഉണ്ടാക്കി. ഞാൻ പറഞ്ഞു, സാറേ ഇത്രയും മരുന്ന് കഴിച്ചിട്ട് മോന് കുറവില്ലല്ലോ. അപ്പോഴത്തേക്ക് മോൻ്റെ ആരോഗ്യത്തെ ബാധിച്ചു നല്ല രീതിയിൽ പോയി, ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല, മോനെ തറയിൽ പോയി. അങ്ങനെ അപ്പോൾ പുള്ളി ആദ്യമായിട്ട് ഒരു എക്സ്റേ എടുത്ത് ആദ്യമായിട്ടൊരു എക്സ്റേ എടുത്ത്. ഈ എക്സ്റേ എടുത്തിട്ട് കൊണ്ടുവെല്ലാം പറഞ്ഞു. പിന്നെ ആഴ്ച എക്സ്റേ കരുനാഗപ്പള്ളി കൊണ്ടുവന്ന ഡീറ്റെയിൽ എക്സ്റേ എടുത്ത് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ പുള്ളി ഇതൊക്കെ നോക്കിയിട്ട് അവർ ഡോക്ടർമാരെല്ലാം കൂടെ ഡിസ്കസ് ചെയ്തു, എന്തോ ഒരു സംഭവം നടക്കും. അവരെല്ലാം വന്ന് നോക്കിയിട്ട് ആകുമെന്നൊക്കെ പറഞ്ഞേ, ഇത് അസ്ഥിയെ ബാധിച്ചിട്ടുണ്ട്, അസ്ഥിയുടെ അസുഖമാണ്, എല്ലിൻ്റെ. അതുകൊണ്ട് നിങ്ങൾ അസ്ഥി രോഗത്തിന് വേറെ ഡോക്ടറെ പോയി കാണിക്കാൻ പറഞ്ഞു. എങ്ങനെയുണ്ട്, ഇത്രയും കുളമാക്കി തന്നേച്ച് പറയുക. അവനെ വെട്ടിക്കൊല്ലണ്ടേ, ഒരച്ഛനാൻ്റെ രീതി വെട്ടിക്കൊല്ലണ്ടേ അവനെ. കാരണം ഏതച്ഛന്മാരും ചെയ്യുന്നതാണ്. ഒരു മക്കളോടും ഇങ്ങനെ കാണിക്കരുത് ഡോക്ടർ ക്രൂരത. കാര്യം അവൻ മലയാളിയല്ല, ഒരു മലയാളി ഡോക്ടർ കാണിക്കത്തില്ലത്. ഇവൻ ഗോവക്കാരനാണ്, കൊങ്ങിണിയാണ്. ഒരു മലയാളി ഡോക്ടറാണെന്ന് ചെയ്യത്തില്ല, ഇന്ത്യക്കാരൻ ഡോക്ടറും ചെയ്യത്തില്ല. നല്ല ഡോക്ടർമാരോടും ഉണ്ട്. അതിനുശേഷമല്ലേ അറിയുന്ന മരുന്ന് തന്ന്. എന്നിട്ട് ഈ മരുന്ന് പിന്നെ എക്സ്റേ ഒക്കെ എടുത്തിട്ട് എക്സ്റേ കണ്ടിട്ട് ഇങ്ങനെ പറഞ്ഞു വിട്ടപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ വെച്ച് അവനെ കുത്തിക്കൊന്നിരുന്നെങ്കിൽ ഇപ്പോൾ എനിക്ക് ജാമ്യത്തിൽ ഇറങ്ങാമായിരുന്നു. എന്തോ ശിക്ഷയും കഴിഞ്ഞിട്ട്. ഞാൻ നിയമത്തിന് പോയി, മുഖ്യമന്ത്രിയുണ്ട്, ആരോഗ്യമന്ത്രിയുണ്ട്, ഇവരൊക്കെ എന്നെ രക്ഷിക്കുമെന്ന് എൻ്റെ ധാരണയായിരുന്നു. ചുമ്മാതാ. ഇവരാണ് ഈ ഡോക്ടറെക്കാളിലും ഭീകര ജീവികളാണ് ഇവർ രണ്ടും. ഞാൻ എത്ര അപേക്ഷ അയച്ചു, സാർ കണ്ടോ, എത്ര അപേക്ഷ അയച്ചു, എത്ര AD കാർഡ്, ഒരെണ്ണത്തിന് മറുപടിയില്ല. നോർത്ത് നോക്കി. അങ്ങനെ പിന്നെ അവൻ്റെ ആ ഡോക്ടറുടെ പിന്നെ പറഞ്ഞു വിട്ടപ്പോൾ ഞാൻ നേരിട്ട് പറഞ്ഞവിടെന്നറിയോ, നമ്മുടെ രാമൻ ഡോക്ടറൊക്കെ ഉണ്ട് കരുനാഗപ്പള്ളി. പണ്ട് തൊട്ടേ അവിടെ കാണുന്നത്. ആ സാറിനെ കാണിച്ചാൽ മതി ആദ്യമേ മോനെ രക്ഷപ്പെട്ടനെ. ഞങ്ങളെല്ലാം കുടുംബമായിട്ട് ആ സാറിനെയാണ് കാണുന്നത്. സർജനാണല്ലോ, എൻ്റെ കൈയൊക്കെ ഓപ്പറേഷൻ ചെയ്യുന്നതൊക്കെ പുള്ളി. അങ്ങനെ നല്ല സൗമ്യനായ ഒരു ഡോക്ടർ, മരുന്ന് അറിയാം, ആവശ്യമില്ലാത്ത മരുന്ന് എഴുതത്തില്ല. അങ്ങനെ ലാസ്റ്റ് ആ ഡോക്ടറെ അടുത്തുകൊണ്ട് കാണിച്ചാനാണ്. ഈ ചികിത്സയൊക്കെ എല്ലാം കയ്യിരിപ്പുണ്ട്, ബില്ല് സഹിതം. അതല്ലേ ഇവർ കിടന്ന് വിളയുന്നത്. ഞാൻ കളഞ്ഞില്ല. ഇതുമായിട്ട് രാമൻ ഡോക്ടർ മോനുമായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ രാമൻ ഡോക്ടർ പരിശോധിച്ച് പറഞ്ഞേ, ഈ മരുന്ന് ക്യാൻസർ രോഗി കൊടുക്കുന്ന മരുന്നാണ്. ഈ പിന്നെ ക്യാൻസറില്ലാത്ത കുട്ടിക്ക് ഇത് കൊടുത്ത് അപ്പോഴത്തേക്ക് നമുക്ക് ചെറുതായിട്ടൊന്ന് കത്തി. പിന്നെ പറഞ്ഞ്, ഈ മരുന്ന് എൻ്റെ സർവീസിൽ ഞാൻ ഇന്ന് വരെ ആർക്കും ഒരു രോഗിക്കും കുറിച്ച് കൊടുത്തിട്ടില്ല. പുള്ളി റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് പോലീസിനത്. പുള്ളി സത്യമാണ് പറഞ്ഞത്. പുള്ളി ഈ മരുന്ന് ഒരു രോഗിക്കും പുള്ളിയുടെ സർവീസിൽ ആർക്കും കൊടുത്തിട്ടില്ല. അപ്പോൾ വീണ്ടും നമുക്ക് വൈരാഗ്യടാ, ക്യാൻസർ രോഗികളും കൊടുക്കാത്ത മരുന്ന് നോർത്ത് നോക്കി. അങ്ങനെ ഞാൻ ആദ്യം അയക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്ത്, പുള്ളിയും കണ്ടുപിടിച്ചില്ല സ്വന്തം. അന്ന് പുള്ളി ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് അറിയാമോ,
അതായത് പ്രോട്ടോക്കോൾ പ്രകാരം ഒരു ഡോക്ടർ മരുന്ന് കുറിക്കുന്നതിന് മുമ്പ് മരുന്ന് കുറിപ്പടിയിൽ പ്രോട്ടോക്കോൾ, അതായത് ഇൻ്റർനാഷണൽ പ്രോട്ടോക്കോളാണ്, നമ്മുടെ ഇന്ത്യൻ പ്രോട്ടോക്കോളും ഉണ്ട്, എല്ലാവർക്കും ഒന്നു തന്നെയാണല്ലോ. അതിനകത്ത് ഡോക്ടർ മരുന്ന് കുറിക്കുന്നതിന് മുമ്പ് എഴുതേണ്ട എന്താ? രോഗിയുടെ പേര്, രോഗിയുടെ വയസ്സ്, രോഗവിവരങ്ങൾ. ഇതൊന്നും ഈ നാറി എഴുതിയിട്ടില്ല ഈ ഡോക്ടർ. കാര്യം ആ മരുന്ന് കഴിച്ചിട്ടില്ലയോ. വയസ്സ് തെളിച്ചെങ്കിൽ എത്ര വയസ്സ് തൊട്ട് മരുന്ന് കൊടുക്കാനുള്ള കണക്കുണ്ട്, ഒരു പ്രോട്ടോക്കോളുണ്ട്. അത് ലംഘിക്കാൻ വേണ്ടിയാണ് ഇവൻ ഈ കുഞ്ഞിൻ്റെ വയസ്സ് എഴുതിയില്ല, രോഗവിവരങ്ങൾ എഴുതിയില്ല. രോഗവിവരം എഴുതെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും എന്ത് രോഗം എന്ന് വെച്ചാൽ ടച്ച് ചെയ്തില്ല. പ്രോട്ടോക്കോൾ അത് ലംഘിച്ചാൽ പാടില്ല. നമുക്കൊരു നിയമമുണ്ട്, നമുക്കൊരു ചട്ടക്കൂടുണ്ട്. അതിൻ്റെ ആ വ്യവസ്ഥയ്ക്കുള്ളിൽ നിന്ന് നമുക്ക് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും പ്രവർത്തിക്കാൻ പറ്റും. പോലീസായാലും കോടതിക്കായാലും ബാങ്കിനായാലും. ഉദാഹരണത്തിന് ബാങ്ക്, റിസർവ് ബാങ്കാണ് നിയന്ത്രിക്കുന്നത് മറ്റ് ബാങ്കുകളെ. സാധാരണ ബാങ്കിന് മാത്രമേ ഉള്ളൂ നിയന്ത്രിക്കാൻ, അത് പൊട്ടിക്കിടക്കുന്നത്. എന്ത് ഈ പ്രോട്ടോക്കോൾ ഇല്ലാത്തത് സാധാരണ ബാങ്കിന് മാത്രമേ ഉള്ളൂ. കാര്യം അതിന് നിയന്ത്രിക്കാൻ ആരുമില്ല. ബാക്കിയുള്ള ബാങ്കെല്ലാം നിയന്ത്രണപരമായിട്ട് പോകുന്നത് ഇങ്ങനെ ഒരു പ്രോട്ടോക്കോൾ ഉള്ളതുകൊണ്ടാണ്. റിസർവ് ബാങ്കിൻ്റെ പ്രോട്ടോക്കോൾ കൊണ്ടാണ് പറ്റുക. എന്ന് പറഞ്ഞ പോലെ ഒരു ഡോക്ടർ മരുന്ന് എഴുതണമെങ്കിൽ ഡോക്ടറുടെ സ്വന്തം ഇഷ്ടത്തിന് എഴുതാൻ പറ്റില്ല, നമ്മുടെ തെറ്റിദ്ധാരണ അത്. ഡോക്ടർക്ക് മരുന്ന് എഴുതണമെങ്കിൽ ഡ്രഗ് കൺട്രോളർ ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശമുണ്ട്, ചാർട്ടുണ്ട്. അത് വായിച്ച് അത് വെച്ച് ആ രോഗം കണ്ടുപിടിച്ചിട്ട് മരുന്ന് എഴുതാൻ പോയി. അത് കുറിക്കണം മരുന്ന് കുറിപ്പടിക്കകത്ത്. യവനത് ചെയ്തില്ല. നമ്മളറിയുന്നത് നമ്മൾ നോക്കുമ്പോൾ ഞാനില്ല പാമ്പ് പിടിച്ച വീട്ടിലല്ലേ കറുത്തിരിക്കുന്നത് താഴ്ന്നവനാ. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ അവൻ്റെ തരത്തട്ട അവൻ്റെ ഉള്ളിലൊക്കെ വരകിയിരിക്കുമായിരിക്കാം. അവന് കോടികൾ കിട്ടി. കാര്യം ഈ മരുന്ന് ക്ലിനിക്കൽ ട്രയൽ നടന്ന മരുന്നല്ലായിരുന്നു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഈ രാമൻ ഡോക്ടറെ കണ്ടേച്ച് പിന്നെ അത് കഴിഞ്ഞ് ഡോക്ടറും കണ്ടുപിടിച്ചില്ല. ഈ അളിഞ്ഞ മരുന്നൊന്നും പുള്ളി എഴുതിയില്ല കേട്ടോ. കുറച്ച് നല്ല മരുന്നുകൾ എഴുതി. എന്നിട്ട് പുള്ളി രാമേന്ദ്രൻ ഡോക്ടർ എഴുതിയെന്ന് അറിയാത്തത് പ്രോട്ടോക്കോൾ പ്രകാരം തന്നെ പുള്ളി എഴുതിയത് സീറോ നെഗറ്റീവ് ആർത്രൈറ്റിസ്. സീറോ നെഗറ്റീവ് എന്ന് വെച്ചാൽ എന്താ, നമുക്ക് മെഡിക്കൽ കോളേജ് ആയിരുന്നു. പിന്നെ വിരാസിൽ അറിയുന്നത് എന്തോന്ന്, വിരാസിൽ കിട്ടി സൂപ്രണ്ട്, മെഡിക്കൽ കോളേജിൽ സൂപ്രണ്ട് എനിക്ക് തന്ന് സീറോ നെഗറ്റീവ് ആർത്രൈറ്റിസ് എന്തോന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് സർട്ടിഫിക്കറ്റ് അടിച്ചു തന്നെ എനിക്ക്. എന്തുവാ വിവരാശത്തിലാണ് സീറോ നെഗറ്റീവ് ആർത്രൈറ്റിസ് എന്ന് വെച്ചാൽ എന്തുവാ, HLV 27 ഇല്ലാത്ത ആർത്രൈറ്റിസ് എന്ന് വെച്ചാൽ ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ അസുഖം പോലും ഇല്ല. ലോകം പറഞ്ഞ എന്തുവാ, ഷേണായി പറഞ്ഞ ആർത്രൈറ്റിസ് ആണ് എന്തുവാ, പിന്നെ ആംഗ്ലോസിൻ സ്പോണ്ടിലോസിസ് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു അസുഖം ഇല്ലെന്ന് അവന് ചികിത്സിച്ച് കഴിഞ്ഞ പുറമെ തന്നെ ഇദ്ദേഹം സ്ഥിരീകരിച്ച് സർട്ടിഫിക്കറ്റ് എഴുതി വെച്ച് പുറന്ന കൈപ്പട ആര്. അപ്പോൾ അദ്ദേഹം നല്ല മനുഷ്യനല്ലേ, ഉള്ളത് പറഞ്ഞു. പിന്നെ അവർക്ക് അവരുടെ സംഘടനയാണ് സംരക്ഷിക്കും, അവർ ചത്താലും അവർ ഒന്നിച്ചേക്കും. അങ്ങനെ നമ്മൾ അനുഭവിച്ചോണം. അങ്ങനെ ഞാൻ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണ് ഇതുപോലെ ജിതിത് കൃഷ്ണൻ എന്ന് പറഞ്ഞ ഡോക്ടർ, നല്ല ഡോക്ടറാണ്. അദ്ദേഹം നല്ലതാണ്. ഈ താറിയെടുത്ത് പോയതാ, കുഴപ്പമെല്ലാം സംഭവിച്ചില്ല, കുഞ്ഞിന് കുഴപ്പം വരുത്തില്ല. പുള്ളി പറഞ്ഞേ ഈ കുട്ടിക്ക് TV ഉണ്ടെന്ന് തോന്നുന്നു ശരീരത്ത്. ഞാൻ മരുന്ന് എഴുത്തില്ലെന്ന് പറഞ്ഞു കുട്ടിക്ക്. നിങ്ങളൊരു കാര്യം ചെയ്യും. അപ്പം ഞാൻ കിടന്ന് ആലോചിക്കട TV ഉണ്ടെന്നാവും. TV ഉണ്ടെങ്കിൽ മൂക്കിൽ കൂടെ കഫവും ചുമയും കുരയൊക്കെ അങ്ങനെയൊന്നും ഇല്ല. ഇവിടെ ഒരു ചെറിയ മുഴ മാത്രം ഉണ്ടാവും. ജീവിയുടെ ലക്ഷണമായിരിക്കും, നമുക്കറിയില്ല, പിന്നീട് അറിഞ്ഞത്. അങ്ങനെ ഞാനാ പുള്ളിയെ എഴുതി തന്നേം കൊണ്ട് പോയി. പുള്ളി എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ ഇനി ഡോക്ടറെ കാണണ്ട. അങ്ങനെ ഞാൻ അത് കഴിഞ്ഞ് ഞാനാ ഇത് മെട്രോയിൽ കൊണ്ട് പരിശോധിപ്പിച്ചാടാ, നമ്മൾ കരുനാഗപ്പള്ളി പുള്ളിയുടെ വെച്ച്. അവിടെ ചെന്നപ്പം എൻ്റെ 8000 രൂപ മേളായി. വലിയ ടെസ്റ്റാണ്, വേറെ ഒരുപാടൊക്കെ ഉണ്ട്, നമ്മൾ വിചാരിക്കുന്നില്ല അത്രയും. അപ്പോൾ അതിനകത്ത് വന്നിരിക്കുന്നത് എന്തുവാ, ലാറ്റൻ TB പോസിറ്റീവ് എന്നും പറഞ്ഞ് അടിച്ചു വന്നു. അങ്ങനെ ഉണ്ട്. അദ്ദേഹം ഒരു ടെസ്റ്റ് നടത്തിയതായി ജിതികൃഷ്ണൻ ഡോക്ടർ പറഞ്ഞു. എന്നാൽ വെച്ചാൽ അങ്ങനത്തെ നിരീക്ഷണമായിരുന്നു. ആ മനുഷ്യനെ തലമണ്ടയുള്ള അങ്ങനെയുള്ള ഡോക്ടർമാരെയാണ് നമ്മുടെ സമൂഹത്തിന് ആവശ്യം. അല്ലാതെ ഈ പൊട്ടനെയും കിട്ടനെയും കണ്ണ് പൊട്ടനെയൊക്കെ പഠിച്ച് ചൈനയിലും പിന്നെ മറ്റേടത്തൊക്കെ പോയി അവിടെ വിദേശ രാജ്യത്ത് പഠിച്ചവനെ ഈ പിന്നെ ക്ഷണായി അതിൻ്റെ ബോഡി ഇപ്പോൾ ഉണ്ട്. ഇവിടുത്തുകാരനല്ല, അവൻ ഇവിടുത്തുകാരനല്ല. ഒന്ന് അതിൻ്റെ കൂടെ വിദേശത്ത് പോയി പഠിച്ചിട്ട് വന്ന് അവിടെ പോയി ചുമ്മാതെ കടത്തീരത്തൊക്കെ നിക്കറിട്ടോണ്ട് നടന്നേച്ച് സർട്ടിഫിക്കറ്റ് കിട്ടി. അതുകൊണ്ട് വന്ന് നമ്മളിപ്പോഴുള്ള പാവങ്ങളുടെ ശരീരത്ത് പരീക്ഷിച്ച്. നേരെ ഈ ഡോക്ടർമാരുണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു, നിരീക്ഷണം കറക്റ്റല്ലായിരുന്നു. അങ്ങനെ കഴിഞ്ഞിട്ട് പിന്നെ അത് വെച്ച് പുള്ളിയോട് ഞാൻ ചോദിച്ചു, സാറേ എന്നിട്ട് ഈ മോന് ഈ TV, അന്നേരം പറഞ്ഞ് ഈ TV കുഞ്ഞിലെ കുട്ടികളുടെ ശരീരത്തിൽ ഉണ്ടാകും, വാലറ്റ് TV ആണ്. അത് ചിലപ്പോൾ 6 മാസമാകുമ്പോൾ അങ്ങ് പോകും. ചില കുട്ടിക്ക് പ്രസവിച്ച് കൊടുക്കുമ്പോൾ ഈ കുട്ടിക്ക് കറക്റ്റായിട്ട് പോയില്ല ശരീരത്തിൽ നിന്ന്. അതുകൊണ്ടാണ് അങ്ങനെ കിടന്ന് നിങ്ങളുടെ ദുർവിധി, നല്ല ചികിത്സ കിട്ടാഞ്ഞത്. ഇനിയിപ്പോൾ പോട്ടെ, ഞാനൊരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് പിന്നെ പുതിയതായി TV ആശുപത്രിയിലോട്ട് വിട്. 6 മാസം മരുന്ന് കഴിക്കുമ്പോൾ ആ TV അങ്ങ് പോകും. അങ്ങനെ ശരിയാ, 6 മാസം മരുന്ന് മതി അത് TVക്കും. അങ്ങനെ പുള്ളി അങ്ങോട്ട് റെഫർ ചെയ്ത് പുതിയതായി TV ആശുപത്രി വന്ന് അവിടുത്തെ മരുന്ന് 6 മാസം കഴിച്ചപ്പം ഈ അസുഖം മാറി. ഈ അസുഖം മാറിക്കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു അതായത് TV അങ്ങ് മാറി. TV ഇല്ല, പുള്ളി തന്നെ ടെസ്റ്റ് ചെയ്തു കൊടുത്തത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, പുള്ളിയുടെ നമ്മൾ വിട്ടിട്ടില്ല. അപ്പോൾ പുള്ളി പിന്നെ പറഞ്ഞറിയാമോ, ഈ ശരീരത്തിന് ബാധിച്ച വൈകല്യം ബാധിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ കുഞ്ഞിൻ്റെ. അത് വലിയ ജോലിയും ചെയ്യിക്കരുത്, വില കൂടിയ ഒരു ഇഞ്ചക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. സിക്കിക്കുനാമാബ് അതിൻ്റെ പേരാ. സിക്കിക്കുന എന്ന് പറഞ്ഞാൽ ഗോർബച്ചവിൻ്റെ പേരായിരിക്കും, എനിക്കറിയില്ല. അങ്ങനെ എഴുതിയിരിക്കുന്നത്. ഈ മാവിന് വില പിന്നെ 22,000 രൂപ വിലയാണ്. അപ്പം നമ്മൾ ജീവൻ രക്ഷിക്കാൻ നോക്കുമോ പണം നോക്കുമോ? കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാൻ കാര്യം അങ്ങനെ ദൈവത്തെപ്പോലെ നമ്മൾ കണ്ട്. പുള്ളിക്കാരൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് 15,500 രൂപയ്ക്ക് ഈ മരുന്ന് ഞാൻ എൻ്റെ ഇരിപ്പുണ്ട് ബില്ല് മൊത്തത്തിൻ്റെ 15,500 രൂപ ഞാൻ കുറപ്പിച്ച് തരാമെന്ന് പറഞ്ഞു. പുള്ളി അങ്ങനെ ഉറപ്പിച്ച് തന്ന്. ഞാൻ ഓൺലൈനിൽ പൈസ അടയ്ക്ക്. എന്നോട് പറഞ്ഞു നിങ്ങൾ എങ്ങും പോയി എടുക്കണ്ട, നിങ്ങളുടെ വീട്ടിൽ വന്ന് എൻ്റെ ഏജൻസി കൊണ്ടുവന്ന് എടുക്കുമെന്ന് പറഞ്ഞു. ഈ ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ടും യാതൊരു കുറവില്ല, ഒരു കുറവില്ല. നമ്മളിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമോ, കുറഞ്ഞില്ല, നമ്മളെ വിരിയാന്ന് ചോദിച്ചാൽ നമ്മൾ ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴാണ് പുള്ളി പറഞ്ഞത്
തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എഴുതി തന്ന പുള്ളി. ശ്രീദേവി എന്നും പറഞ്ഞൊരു മേഡം ഉണ്ട്, അവരെ പോയി കൺസൾട്ട് ചെയ്യും, ഈ ഡോക്ടറോട്ട് വലിയ അടുപ്പമാണ്, നിങ്ങൾക്ക് ഇനി അടുത്ത് അവിടെ ഇല്ല, അവിടെ പോയി ചികിത്സിച്ചൂടായോ എന്നൊക്കെ പുള്ളി ചോദിച്ചു. അപ്പോൾ എനിക്കൊരു തോന്നൽ പുള്ളി ഒഴിഞ്ഞു മാറുവാണോ, പുള്ളിക്ക് കിട്ടേണ്ടത് കിട്ടി, 15,500 വെച്ച് കിട്ടേണ്ട കിട്ടിയ ലക്ഷങ്ങൾ. അപ്പോൾ ഞാൻ വെച്ച് പുള്ളി ഒഴിഞ്ഞു മാറുവാണോ, ഈ നല്ല ഡോക്ടറായിരുന്നല്ലോ, ഇനി തള്ളിയെടുത്ത് ഇനി വേറെ കഥയില്ല. അങ്ങനെ ഞാൻ മോനെ ട്രെയിനകത്ത് കിടത്തി അങ്ങനെ കൊണ്ടുപോയി ശ്രീദേവി ഡോക്ടറെ കണ്ട്. പുള്ളിക്കാരി നല്ല സൂപ്പർ ഡോക്ടറായിരുന്നു. കാര്യം സത്യസന്ധമുള്ള ഡോക്ടർമാർ ഇന്നുണ്ട്. അതായത് കാര്യം അവർ സത്യപ്രതിജ്ഞ ചെയ്ത് ഇറങ്ങുന്ന അത് പാലിക്കുന്ന ഡോക്ടർമാർ ഒരുപാടുണ്ട്. ഈ 3 ഡോക്ടർമാർ നല്ലതായിരുന്നു. ശ്രീദേവി എന്ന് പറഞ്ഞ ഡോക്ടർ കൊച്ചു പെണ്ണാണ്, എനിക്ക് വന്ന് ഗർഭിണിയെ മറ്റൊരു വയ്യാക്കിയിരിക്കുക, ഒരു 10-25 വയസ്സേ കാണത്തുള്ളൂ കൊച്ചു, അല്ലെങ്കിൽ 30 കാണുമായിരിക്കും. ഈ സാറിനെ കണ്ടു, ഭയങ്കര ആളവിടെ കണ്ടിട്ട് അവർ നല്ല രീതിയെല്ലാം പരിശോധിച്ചിട്ട് പറഞ്ഞേ, ഇത് പിന്നെ ടി വിയുടെ അസുഖം ഉണ്ടായിരുന്നു ശരീരത്ത്, ലാറ്റൻ ടി വി. ഇത് കുഞ്ഞിലെ മറ്റൊരു പറഞ്ഞ കൂട്ട് തന്നെ. എന്നിട്ട് അവർ സർട്ടിഫിക്കറ്റ് എഴുതി തന്നിട്ട് പറഞ്ഞേ, ലാറ്റൻ ടി വി 4 മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എഴുതി തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിലെ സർട്ടിഫിക്കറ്റ് അത് അടിച്ച് സീൽ ചെയ്ത് തന്നു. അപ്പോൾ ഞാനതും കൊണ്ട് വന്നിട്ട് പറഞ്ഞ് വീണ്ടും ഇല്ല ഡോക്ടറെ അടുത്ത് പോയതാ, ഈ ജിതുകൃഷ്ണൻ്റെ അടുത്ത് പോയി ഈ സർട്ടിഫിക്കറ്റും ഒക്കെ ആയിട്ട് ഡിസിഷൻ ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ പുള്ളി കണ്ടിട്ട് പറഞ്ഞ് കുറച്ച് മരുന്നൊക്കെ എഴുതി തന്നിട്ട് പറഞ്ഞേ, നിങ്ങളൊരു കാര്യം, നിങ്ങൾക്ക് പെൻഷൻ കിട്ടും. എങ്ങനെയുണ്ട്? പുള്ളിക്ക് NCCയിലും ഫോഴ്സിലും എൻ്റെ മോനുണ്ടായിരുന്നു, അവന് പെൻഷൻ മേടിച്ച് തരാനിരുന്നത്. എങ്ങനെയുണ്ട്? ഒരു ഡോക്ടറെ ചികിത്സ ഉണ്ട്, നിങ്ങൾക്ക് പെൻഷൻ കിട്ടും 1600, അതിലെത്ര ഒരു പെൻഷൻ കിട്ടും. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യും, ഡിസേബിലിറ്റിക്കുള്ള അപേക്ഷ കൊടുക്കാൻ പറഞ്ഞു കരുനാഗപ്പള്ളി. ഞാൻ ഡിസേബിലിറ്റിക്കുള്ള അപേക്ഷ കരുനാഗപ്പള്ളി കൊടുത്ത് അവർ ടീം 5 ഡോക്ടർമാരൊന്ന് മോനെ പരിശോധിച്ചിട്ട് പുള്ളി അവർ എഴുതി വെച്ചേക്കെന്ന് അറിയാമോ, നോ ഇംപ്രൂവ് എന്ന് വെച്ചാൽ മോന് ഇനി തിരിച്ചു വരില്ല, ഈ ആരോഗ്യത്തിൽ തിരിച്ചു കിട്ടില്ല, ഗുരുതരമായ അംഗവൈകല്യം അസ്ഥിയെ ബാധിച്ചിട്ടുണ്ടു എന്നും പറഞ്ഞ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അടിച്ച് ഞാൻ. അത് കഴിഞ്ഞ പുറമെ ഞാൻ എന്ത് ചെയ്തു, സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇതെല്ലാം കൂടെ വെച്ചപ്പോൾ അപ്പോൾ ഞാൻ കിട്ടി നാട്ടിലുള്ള എല്ലാ വിവരാവകാശ ഓഫീസർക്കും പിന്നെ ജില്ലാ മെഡിക്കൽ ഓഫീസർമാരാണല്ലോ വിവരാവകാശം ഇല്ല, അങ്ങനെ എല്ലാ ജില്ലാ മെഡിക്കൽ ഓഫീസർമാർക്ക് ഞാൻ അയച്ചു വിവരാവകാശം. ഒരൊറ്റ ഒരുത്തനെ എനിക്ക് വിവരാവകാശം തന്നില്ല. വിവരാവകാശം ഈ മരുന്ന് എന്തിനു വേണ്ടിയുള്ളതാണ്, ആദ്യം അയക്കുന്ന വീണ ജോർജിനാണ് മേഡത്തിന് അയച്ചത്. ഈ മരുന്ന് എന്തിനുള്ളതാണെന്നും ഈ മരുന്ന് കഴിച്ചാൽ എന്ത് പാർശ്വഫലം ഉണ്ടാവും, അസ്ഥിയെ ബാധിക്കുമോ, ആദ്യം അയക്കുന്ന മേഡത്തിനാണ്. അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് അയച്ചിരിക്കുന്നത്. ഞാൻ വിചാരിച്ചു ഇപ്പം താങ്ങിത്തരുമെന്ന് വിചാരിച്ചു. ദൈവമേ, ഞാൻ അതുമായിട്ട് 1.5 വർഷം നടന്ന അപ്പീലിൻ്റെ പുറത്ത് അപ്പീൽ. എന്നിട്ട് വീണ ജോർജ് മേഡത്തിൻ്റെ ഓഫീസിൽ നിന്ന് 2-3 പേര് വന്നു, അവരുടെ പേർക്കാണല്ലോ കൊടുത്തിരിക്കുന്നത്. ഇൻഫർമേഷൻ ഓഫീസറെ അടുത്ത് വിളിപ്പിച്ചത്, ദിലീപ് എന്നും പറഞ്ഞ ഇൻഫർമേഷൻ ഓഫീസറുണ്ട് അവിടെ, വലിയ ആളാണ്, ഡോക്ടറാണ്. അതും പുള്ളിയെ വിളിച്ച് എന്നെ കുറേ ചീത്തയും വിളിച്ച്, എന്തുകൂടെ പറഞ്ഞ ഡോക്ടർക്ക് ഇഷ്ടമുള്ള മരുന്ന് എടുത്തോളൂ എന്നും പറഞ്ഞ് കുറേ എന്നെ ഫയർ ചെയ്ത് ഞാനങ്ങ് വിഷമിച്ചു. 1 വർഷം കൊണ്ട് ഇതുവരെ കിട്ടിയില്ല. ഞാൻ പറഞ്ഞു, പിന്നെ ഞാൻ ഒരു വക്കീലിനെ കണ്ടുപോയി, ഒരു പെണ്ണിനെ കണ്ടപ്പോൾ ആ പെണ്ണ് പറഞ്ഞേ അതിൻ്റെ റിപ്പോർട്ട് തരാൻ പറഞ്ഞ് എഴുതാൻ പറഞ്ഞു. നിങ്ങളെടുത്ത് നടപടി റിപ്പോർട്ട് വന്നിരിക്കുന്നതിന് ഇപ്പോൾ റിപ്പോർട്ട് ഞാൻ അപ്പീലിനൊന്നും പോയില്ല, ഒപ്പീലിനോട്ട് കാര്യമില്ല, വക്കീലന്മാരെ നിൽക്കത്തില്ല. അതിനകത്ത് എഴുതിയിരിക്കുന്നത് ഈ മരുന്ന് പല അസുഖത്തിനും കൊടുക്കും, ഡോക്ടർമാരുടെ കയ്യിലും കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞാൽ അവൻ്റെ റിപ്പോർട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ അടുത്തൊക്കെ അവാർഡ് ഞാൻ കിട്ടിയേ. പിന്നെ അത് കഴിഞ്ഞ് ഒരുപാട് വിവരാവകാശം അയച്ചു, കിട്ടിയില്ല. പിന്നെ ഒരുപാട് അപേക്ഷ വീണ ജോർജിന് അയച്ചു ആദ്യം. പിന്നെ അത് കഴിഞ്ഞ് അപേക്ഷ അയക്കുന്നവരോ പരാതി പറഞ്ഞയക്കുന്ന ആയിരിക്കും ആദ്യം നമ്മുടെ നരേന്ദ്രമോദിക്ക് അയച്ച്, അത് രജിസ്റ്റർ ചെയ്താൽ അയച്ചേ. അതുകൊണ്ട് അതിൻ്റെ ഒരു മറുപടിയും കിട്ടിയില്ല. അവിടെ ഇരിപ്പുണ്ട് തലപ്പത്തി ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ടുള്ള, അവരൊക്കെ അങ്ങ് തട്ടിക്കളയതൊക്കെ. അതാണ് എല്ലായിടും ഇതാ വിഷയം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മുഖ്യമന്ത്രിക്ക് അയച്ചപ്പോൾ ഞാൻ ദൈവമേ, ഇങ്ങനെ നടപടിയെടുക്കുന്ന ആളെ മിണ്ടായിരുന്നാലും ഇങ്ങനെയുള്ള അഴിമതിക്കെതിരെ പ്രതികരിക്കുന്ന കാണാമല്ലോ, കൊടിയൊക്കെ പിടിച്ച് ഭയങ്കര വിഷയമല്ലേ പുള്ളി. അപ്പോൾ അതുപോലെ ആയിരിക്കും എനിക്കും കിട്ടുന്ന രീതി. കാര്യം അഴിമതി സുതാര്യ കേരളം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്ത് നല്ല മനുഷ്യനാണ്. ഞാനങ്ങനെ ആദ്യം അയക്കുന്നത് നമ്മുടെ പ്രധാന ഈ മുഖ്യമന്ത്രിക്കാണ് അയച്ച, സാറേ എൻ്റെ മോനെ ഇങ്ങനെ ചെയ്തു, മരുന്ന് മാറി വെച്ച്, പിന്നെ മോനെ അസ്വസ്ഥതയുണ്ട്, അന്വേഷിച്ച് നടപടിയെടുക്കണമെന്നും പറഞ്ഞ് സ്വീകരിച്ചെന്നും പറഞ്ഞ് ലെറ്റർ വന്ന് നിങ്ങളുടെ അപേക്ഷ സ്വീകരിച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ കൂടെ തന്നെ മനുഷ്യാവകാശ കമ്മീഷൻ അയച്ചു. മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിട്ട് പിന്നെ ഇവിടുത്തെ കേരള മനുഷ്യാവകാശ കമ്മീഷൻ ഫോർവേഡ് ചെയ്ത് ഇത് അന്വേഷിക്കണമെന്നും പറഞ്ഞു. കേരള മനുഷ്യാവകാശ കമ്മീഷൻ എന്ത് ചെയ്ത് ഇത് പിന്നെ എറണാകുളം ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞു. എറണാകുളം ജില്ലാ മെഡിക്കൽ ഓഫീസർ എന്നെ വിളിപ്പിച്ച്, എന്നാൽ 2020 നടക്കുന്ന കാര്യമാണ്, എന്നെ വിളിപ്പിച്ച് എൻ്റെ മൊഴിയെടുത്തിട്ട് അവരെനിക്ക് ഒത്തിരി നിഷ്പക്ഷമായിട്ട് എഴുതി. ഒരുപാട് നിങ്ങൾ ഡോക്ടർമാർക്ക് അനുകൂലം അവർ പറഞ്ഞിട്ടുണ്ട് ഈ മരുന്ന് ക്ലിനിക്കൽ ട്രയൽ നടത്തിയ മരുന്നല്ല, പിന്നെ അച്ഛനോടും ഈ കുട്ടിയോടും പറഞ്ഞിട്ടില്ല എന്നൊക്കെ റിപ്പോർട്ട് എഴുതി കുറച്ച് കാര്യങ്ങൾ അവർക്ക് ഡോക്ടർക്ക് ഒന്നും പറ്റാത്ത രീതിയിലും കുറച്ച് നമുക്കവർ ദയമുള്ളൊരു സ്ത്രീ ആട്ടോ മെഡിക്കൽ ഓഫീസർ. അതുകൊണ്ടായിരിക്കും എനിക്ക് കുറച്ചെങ്കിലും അനുകൂലം എഴുതിയല്ലോ. ഇങ്ങനെ എഴുതി കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്ത് ഇതിനൊരു പിന്നെ വേറൊരു മറുപടി നമ്മൾ കൊടുക്കേണ്ടി വരത്തില്ല. എന്ന് വെച്ചാൽ എനിക്കത് മനുഷ്യാവകാശ കമ്മീഷൻ അയച്ചു തന്നു, ഇങ്ങനെയൊക്കെയാണ് മെഡിക്കൽ ഓഫീസർ പറഞ്ഞിരിക്കുന്നതെന്നും പറഞ്ഞു. അപ്പോൾ കുറച്ച് കാര്യങ്ങളെങ്കിലും ഉണ്ടല്ലോ. ഞാൻ അങ്ങനെ കൊണ്ടുവന്ന് നമ്മുടെ ഇവിടുത്തെ വിനോദെന്നും പറഞ്ഞ് അഡ്വക്കേറ്റ് വിനോദിനെ കാണിച്ചു, എൻ്റെ കൂടെ പഠിച്ച സഹപാഠിയാണ്, അടുത്തുള്ളവനാണ്. ഇയാളെ കൊണ്ട് കാണിച്ചിട്ട് പറഞ്ഞത്, വിനോദേ ഇങ്ങനെയാണ് നമുക്ക് കണ്ട മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് എനിക്ക് അറിയത്തില്ല, മറുപടി കൊടുക്കാനാണ്, കുറേ പേജുകളുണ്ട്. ഇയാൾ പറഞ്ഞു 5500 രൂപ ഇപ്പം നമുക്ക് അവനെ കോടതി കയറ്റാം, അവന് ലൈസൻസ് ഇല്ലാതെ കൊട്ടും മുടക്കം പറഞ്ഞാൽ എന്നെ അങ്ങ് പൊക്കി. ആര്? ഇവനെ നമ്മൾ വിശ്വസിച്ചോ, ദൈവമേ ഒരു വക്കീലുണ്ടല്ലോ എനിക്ക്. അങ്ങനെ ഇയാൾ 5500 രൂപ മേടിച്ചിട്ട്
1 വർഷം കഴിഞ്ഞിട്ടും ഇയാൾ അതിനുമ്പോൾ ഒരു പണി ചെയ്ത് 5500 രൂപ മേടിച്ച് കഴിഞ്ഞിട്ട് ഇയാൾ റിപ്പോർട്ട് എഴുതി. എങ്ങനെ മനുഷ്യാവകാശ കമ്മീഷൻ മറുപടി കൊടുക്കണ്ടേ? മറുപടിക്ക് എല്ലാം വായിച്ചു വെച്ച് പുള്ളി ഒരു ഒറ്റ വാക്ക് അതിനകത്ത് വെച്ചോളൂ. ഈ കുട്ടിക്ക് നഷ്ടപരിഹാരം ഞാൻ ചോദിച്ചില്ല, ഞാൻ അപേക്ഷയ്ക്കകത്ത് വെച്ചില്ല, അവിടെയും പറഞ്ഞില്ല. നഷ്ടപരിഹാരം നീതി കിട്ടണമെന്നും പറഞ്ഞ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇവൻ ഒറ്റ വാക്ക് വെച്ച് എന്താ പറയുക, ഡോക്ടറുമായിട്ടങ്ങ് ഒത്ത് ഡോക്ടർ നല്ലൊരു പൈസ അവന് സ്പോൺസർ ചെയ്ത്. അതാണ് കണ്ടില്ല, ഭയങ്കര ആളിയൊക്കെ വെച്ച് ഭയങ്കര രീതിക്കുക. ഇവനെ ഈ റിപ്പോർട്ട് വെച്ച് ഞാൻ അറിയുന്നോ, എന്നിട്ട് അവൻ തന്നെ അങ്ങ് അയച്ച് രജിസ്റ്റർ ചെയ്തിട്ട്, എന്നിട്ട് അപ്പീലും അന്ന് തന്നെ അയച്ച്. അല്ലെങ്കിൽ നമുക്ക് 3 മാസം കിട്ടിയാൽ അപ്പീലും 2 കൂടെ ഒന്നിച്ച് അയച്ചു. അതാണ് ചതിയെന്ന് പറഞ്ഞു. ഡോക്ടർ ചോദിച്ചാൽ കൂടുതൽ വക്കീൽ ചോദിച്ചു. അപ്പോൾ അതിൻ്റെ ഒറിജിനൽ റിപ്പോർട്ട് അടിച്ച് വന്നതെന്ന് അറിയാവും. ഇവിടെ മനുഷ്യാവകാശ കമ്മീഷന് പിന്നെ നഷ്ടപരിഹാരം കൊടുക്കുന്നതല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോടതിയിൽ പോയിട്ട് ഇഷ്ടമുള്ള നഷ്ടപരിഹാരം ഇഷ്ടമുള്ള ഉചിതമായ വേദിയിൽ അവതരിപ്പിച്ച് ഇഷ്ടമുള്ള നഷ്ടപരിഹാരം ഈടാക്കിക്കുമെന്നും പറഞ്ഞ് ആ മേഡം അടിച്ചു തന്നു. അവർക്ക് സത്യസന്ധനാണ്, നീതി തന്നെ. കാര്യം അവർ മുഖം നോക്കിയും കൈക്കൂലി മേടിക്കുന്നവരല്ല എഴുതിയവർ, എനിക്കറിയാം. അങ്ങനെ ഒരുപാട് അനുഭവമുണ്ട്. അങ്ങനെ അതും കൊണ്ടുവന്നിട്ട് ഞാൻ എന്ത് ചെയ്ത്, പിന്നെ അപ്പോഴത്തേക്ക് എനിക്ക് വിവരാശം കിട്ടി. ഇവിടുന്ന് കിട്ടിയില്ല. ഞാൻ ഡൽഹിയിൽ ഡ്രഗ് കൺട്രോൾ ഓഫ് ഇന്ത്യയ്ക്കല്ല അയച്ചത്, ഹെൽത്ത് മിനിസ്റ്റർക്ക് അയച്ചു മലയാളത്തിൽ. ഇത്രയും കിട്ടിക്കഴിഞ്ഞപ്പം എന്നെ ഇത് സത്യാവസ്ഥ അറിയാൻ വേണ്ടി അവർ ഫോർവേഡ് ചെയ്തിട്ട് ഇത് പിന്നെ ഡ്രഗ് കൺട്രോൾ ഇന്ത്യയ്ക്ക് അയച്ചു, അതായത് ഹെൽത്ത് മിനിസ്റ്റർക്ക് അയച്ചിട്ട് അവിടുന്ന് മറുപടി വന്നതെന്ന് വെച്ചാൽ ഈ മരുന്നിൻ്റെ പേര് താലിഡോമൈഡ് എന്നാണെന്നും ഈ മരുന്ന് മൾട്ടിപ്പിൾ മൈലോമ എന്ന രോഗികൾക്ക് അന്തിമഘട്ടത്തിൽ മാത്രം കൊടുക്കാൻ പാടുള്ള ഉത്തരവ് 2002 ഇത് വന്നപ്പോഴത്തെ അവരല്ലേ ഡ്രഗ് കൺട്രോളറാണ് തീരുമാനിക്കുന്ന മരുന്ന് ആർക്ക് കൊടുക്കണം, ഏത് അസുഖത്തിന് കൊടുക്കണമെന്ന്. അല്ല ഇവിടെ കിടക്കുന്ന ഈ കുരങ്ങന്മാരൊന്നും അല്ല, ഇവർ പരീക്ഷിക്കുന്നതാണ്. അങ്ങനെ അത് വെച്ച് ഞാൻ എന്ത് ചെയ്തു, ഇതെല്ലാം കൂടെ കോപ്പി വെച്ചിട്ട് പലയിടത്തും അയച്ചു കൊടുത്തു. മുഖ്യമന്ത്രിക്ക് അയച്ച്, പിന്നെ വീണ യോജന അയച്ച്. പിന്നെ ഇവരൊന്നും നമുക്കൊന്നും അനുകൂലമായിട്ട് വരാഞ്ഞു. ഞാൻ ലാസ്റ്റ് നവകേരള സദസ്സിൽ അടിയും കൊണ്ട് ചക്കൊള്ളിൽ പോയി അടിയുണ്ട്. അവിടെ ഗണ്ണോട്ട് നിൽക്കുക, അങ്ങോട്ട് എല്ലാം പറ്റത്തില്ല രാജാവ്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് അടിയും കൊണ്ട് ഞാൻ പിറ്റേ ദിവസം കരുനാഗപ്പള്ളി വന്ന് നവകേരള സദസ്സിൽ അവിടെയും ചെന്ന് കാലും കൈയും പിടിച്ചെന്തായാലും ഈ അപേക്ഷ കൊടുത്ത് രസീതും തന്ന്. എത്ര പേർക്കാണ് കൊടുത്തിരിക്കുന്നത്? മന്ത്രിക്കും 20 മന്ത്രിമാർക്ക് കൂടെ ഒരു അപേക്ഷ കൊടുത്ത് എല്ലാവരുടെയും പേരും വെച്ചിട്ട് അപേക്ഷ കൊടുത്ത് ഡേറ്റ് ഇട്ട് കൊടുത്ത് രസീതും തന്ന്. അതിനും മറുപടിയില്ല. ഇപ്പോൾ അവന് മറുപടിയില്ല വന്ന് ലാസ്റ്റ് വിളിച്ച് 2023 കൊടുത്ത കേസ് 2024 6 മാസത്തെ ഒരു മറുപടി തന്നെനിക്ക്. മുഖ്യമന്ത്രി ഓഫീസിലും ആയിരിക്കത്തില്ല, ഇവർ പിന്നെ ഹെൽത്ത് സർവീസിൽ നിന്ന് തിരുവനന്തപുരം വന്നിരിക്കുന്നതോ അറിയാവോ? ഈ കേസെടുക്കാനൊന്നും ഞങ്ങൾക്ക് അധികാരമില്ലെന്ന്. എങ്ങനെയുണ്ട്? ഒരു മൈക്യൂറിൻ്റെ വേണം കേസെടുക്കുന്നത് ജീവനില്ലാത്ത വസ്തുക്കൾക്ക്. നിരപരാധികളെ അടിച്ച് തല പൊട്ടിക്കുന്നു, അതിനൊക്കെ കേസെടുക്കുന്നു. ഒന്ന് ഭിക്ഷക്കാരനെ പിടിച്ച് അകത്താക്കുന്നു. അപ്പം പ്രൈവറ്റ് ആശുപത്രി പേർക്ക് കേസെടുക്കാനുള്ള അധികാരമില്ലെന്നാണ് പറഞ്ഞത്. പിന്നെ എന്തിനാണ് അവരിയ്ക്കുന്നത്? ഞാനെന്താ വേണം? നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കണം പറഞ്ഞുകൊണ്ട് ഉത്തരവുണ്ട്, കിട്ടുന്നതാണ്. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുകൊടുക്കുക, അല്ലെങ്കിൽ കോടതി കൊടുക്കുക. ഞാൻ വിചാരിച്ചാൽ എന്നാൽ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാമെന്നും പറഞ്ഞത് കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷൻ. അപ്പോൾ പോലീസ് സാറന്മാർ പറഞ്ഞ് അത് ഇവിടെ അല്ല, നിങ്ങൾ ചികിത്സ നടത്തി എറണാകുളം ജില്ലയിലാണ്, അവിടെ കൊടുക്കാൻ പറഞ്ഞു. ഞാൻ എറണാകുളം ജില്ലയിൽ ബുക്ക് ചെയ്ത് അവിടെ ചെന്നപ്പോൾ ചേരാനെല്ലൂർ പോലീസ് സ്റ്റേഷനാണ് അതിൻ്റെ പരിധി, ഡോക്ടറുടെ ഇതിൽ വെച്ചായിരിക്കും. ഞാൻ അവിടെ കൊണ്ടുവന്ന് കൊടുത്തപ്പോഴാണ് ഞാൻ തന്നെ തയ്യാറാക്കുന്നത്. ആരും കൊടുക്കുന്നത് ഈ വക്കീലന്മാരുടെ കൊടുത്താൽ അമ്മമാർ പൈസ മേടിച്ചാൽ വേറെ എന്തെങ്കിലും എഴുതി വെക്കും. ഞാൻ തന്നെ നല്ലോണം അപേക്ഷ ഇപ്പോൾ എഴുതി പഠിച്ച്. കാര്യം 1500 അപേക്ഷ ഇവർക്കെല്ലാം എഴുതിയിട്ടുണ്ട് ഈ 4 വർഷത്തിനകം. അതുകൊണ്ട് എഴുതി പഠിച്ച് ഇപ്പോൾ എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ തന്നെ നല്ല രീതിയിൽ അപേക്ഷ എഴുതും, നമ്പറിട്ട് എഴുതി ചേരാനെല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർക്ക് കൊടുത്ത് എൻ്റെ മൊഴി എടുത്തിട്ട് പറഞ്ഞെന്തോ അറിയാവും. നല്ല രീതിയിൽ പറഞ്ഞിട്ട് ചേട്ടാ ഇത് ഈ കേസ് പിന്നെ നിങ്ങൾ കോടതിയിൽ പോകുന്നതായിരിക്കും നല്ലത്. ഞാൻ പറഞ്ഞു സാറേ കോടതി നടന്ന് വക്കീലന്മാരെല്ലാം പറ്റിച്ച് ആരും നിൽക്കുന്നില്ല, ഞാൻ എങ്ങനെ കോടതിയിൽ പോകും? ഹൈക്കോടതി ഉത്തരവ് കിട്ടണം, ഹൈക്കോടതി മുമ്പാകെ അവതരിപ്പിക്കാൻ ആരുമില്ല, എനിക്കൊരു വക്കീലില്ല. അന്നേരം പറഞ്ഞ് ലീഗൽ സർവീസിൽ പാന. അങ്ങനെ ഞാൻ കരുനാഗപ്പള്ളി ലീഗൽ സർവീസിൽ ചെന്ന് ഒന്ന് ഓർത്ത് നോക്കേ. ലീഗൽ സർവീസ് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഇരിക്കുന്ന ഒരു പിന്നെ അരിലാലെന്നും പറഞ്ഞൊരു നല്ലൊരു പിന്നെ ചെയർമാനായിരിക്കുന്നത്. എന്നോട് പറഞ്ഞെന്താ അറിയാമോ? ഇതൊരു വിധിയാന്ന് വിചാരിച്ച് അങ്ങ് പോകും മോഹനാ. ഒരു വണ്ടി ആക്സിഡൻറ്റ് വന്ന് സഹിക്കണ്ടേ? എന്നോട് പറയുക നീതി മേടി ചെന്നയാ 1 ലക്ഷം ശമ്പളം മേടിക്കുന്ന ആളാണ്. അതാണ് നമ്മുടെ നിയമാവസ്ഥ, അതാണ് നമ്മുടെ സർക്കാർ. ഇവരൊക്കെ വേറെ വിദേശത്താണെങ്കിൽ വെടിവെച്ചൊല്ലത്തില്ലേ, അതിനാണ് ശമ്പളം മേടിച്ചത്. പാവങ്ങളെ സഹായിക്കാനല്ലേ ലീഗൽ സർവീസ് ഇരിക്കുന്നത്. അങ്ങനെ ചെയ്തില്ല. എന്നിട്ട് പറഞ്ഞ് മോനെ സഹായിക്കണമെന്നുണ്ട്, പറ്റുന്നില്ല മോനെ. അപ്പോൾ എനിക്ക് പിടി കിട്ടി മേളിൽ നിന്ന് പിടി വന്നതാണ്. ഞാൻ തിരിച്ച് വന്നിട്ട് ഒരു രജിസ്റ്റേർഡ് ആയിട്ട് അങ്ങ് അയച്ചു. ഒരു രേഖ കൊടുക്കണ്ടേ? ഇപ്പോൾ പറഞ്ഞതിന് രേഖയില്ലല്ലോ. രജിസ്റ്റേർഡായിട്ട് ഞാൻ ലെറ്റർ അങ്ങ് അയച്ച് രജിസ്റ്റേർഡ് വെച്ച് എഴുതി വെച്ചിട്ട് ആ എഴുതി വന്നിട്ട് പോകുന്നുണ്ട്. വന്നു കഴിഞ്ഞ് 4-5 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ച് പുള്ളിക്ക് അത്ര പോരാ രജിസ്റ്റേർഡ് ചെയ്തപ്പോഴാണ്. ഇത് പറഞ്ഞാൽ മോഹന് ഞാനൊരു വക്കീലിനെ തരാം, ഒരു ഓർഡർ എഴുതി. ഞാനടുത്ത് വെച്ചിരിക്കുന്നതുവാ ഇത്തരം വക്കീലന്മാർ എന്നെ പറ്റിച്ച്. ഒന്ന് കൊല്ലത്ത് ഈ വിനോദ് വക്കീൽ ഒരു IMA വക്കീലിൻ്റെ അടുത്ത് പറഞ്ഞു വിട്ട്, ഇവിടുത്തെ കൊല്ലത്തുള്ള ഞാൻ അറിയുന്നല്ല IMA. അവൻ എന്നെ കൊല്ലും തിന്നുമെന്നും പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തി. ഡോക്ടറെ അടുത്ത് കേസ് കൊടുത്താൽ എന്നെ കൊല്ലും തിന്നും, വസ്തു ജിപ്തി ചെയ്യും, അങ്ങനെ പേടിപ്പിച്ച് വിട്ട്. ഇതെല്ലാം വെച്ച് 14 വക്കീലന്മാരുടെ പേരും വെച്ച് കറക്റ്റായിട്ട് ഈ ചെയർമാൻ എഴുതിക്കൊണ്ട് കൊടുത്തിട്ട് ഇപ്പോൾ 3 മാസമായി. അയാൾ ഇതെല്ലാം മേടിച്ച് വായിച്ചിട്ട് ഒരു നടപടി അവരും ചോദിച്ചതൊന്നുമില്ല. അവരെല്ലാം ഒന്നല്ലേ
എനിക്കൊരു മറുപടി തന്നെന്തോ വന്ന് നിങ്ങൾക്ക് ഓർഡർ ആയിട്ടുണ്ട് മേടിച്ചിട്ട് പോകാൻ പറഞ്ഞു. ഓർഡർ മേടിച്ചാൽ ഞാൻ എഴുതിയ ഒരു പ്രത്യേകം പറഞ്ഞു, എനിക്ക് പുരുഷ വക്കീലന്മാരെ ഇനി വേണ്ട, കാര്യം വിശ്വാസമില്ല. ഒരു വനിതാ വക്കീലാകുമ്പം ദയ ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് ഒരു ലേഡി വക്കീലിനെ എനിക്ക് തരണം സാറേ എന്നും പറഞ്ഞ് ഞാൻ അപേക്ഷയ്ക്കകത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ലേഡി വക്കീലിനെ തന്നു, നല്ല പെണ്ണ് തന്നെ ആ വക്കീൽ. നിലവിലിപ്പം എന്താണ് അവസ്ഥ? ഇപ്പം നിലവിലെ അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം കേസ് കൊടുത്തിട്ടും പിന്നെ ചരാനെല്ലൂർ കൊടുത്ത്, അത് കഴിഞ്ഞ് അത് DGPക്ക് കൊടുത്ത്, ആദ്യം 2022 DGPക്ക് കൊടുത്ത്, അതിനകത്ത് അങ്ങനെ റിപ്പോർട്ട് കൊടുത്ത് അങ്ങനെ തന്നെ കൊടുത്ത മരുന്നാണെന്നും പനിക്കും കൊടുക്കാറുണ്ട്, തലവേദനയും കൊടുക്കാറുണ്ട്, പല അസുഖത്തിനും ഞങ്ങൾ കൊടുക്കാറുണ്ട് അവർ പറയുവാണ്. പോലീസുകാർക്ക് അറിയില്ല എന്തുവാണ്. അവരെ റിപ്പോർട്ട് എഴുതി. എന്നിട്ട് രണ്ടാമതിപ്പോൾ ഒരു അപേക്ഷ കൊടുത്ത് 4 മാസമായി DGPക്ക് കൊടുത്ത്. അത് വെച്ചാണ് ഞാൻ ഇതിൻ്റെ കോപ്പിയും മുഖ്യമന്ത്രി തന്ന കോപ്പി ഇതെല്ലാം കൂടെ വെച്ചാണ് ചേരാനെല്ലൂർ പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത്. അത് കഴിഞ്ഞിട്ട് അവരെൻ്റെ മൊഴി 2 പ്രാവശ്യമായിട്ട് എടുത്ത്, ഒന്നും ആയില്ല. 3-4 മാസം മുമ്പാണ്. അത് കഴിഞ്ഞപ്പോൾ തേവര പോലീസ് സ്റ്റേഷനിൽ നിന്ന് തന്നെ വിളിച്ചു. ആരാ? അവിടുത്തെ രാജ്കുമാർ സാർ എൻ്റെ മൊഴിയെടുത്ത് ആദ്യമായിട്ട് ഈ ഡോക്ടറെ അങ്ങനെ വരുത്തി. ആ സത്യസന്ധ ഒരു ഓഫീസറായിട്ടല്ലയോ, അല്ലെങ്കിൽ മുട്ടടിക്കും മറ്റു ആൾക്കാർക്ക് ഈ ഡോക്ടറെ കാണുമ്പം. കാര്യം പിടിപാടുള്ളതാണ്, മന്ത്രിസഭ പിടിപാടുള്ള ആളാണ് ഡോക്ടർ. ഭയങ്കര, അല്ലെങ്കിൽ ഇത്രയും വരുത്തില്ലല്ലോ. വേദന ഡോക്ടർമാരെ തന്നെ അവർ പിടിച്ചകത്തിട്ടേ പാവങ്ങളായിരുന്നെങ്കിൽ. എത്ര ആയുർവേദ ഡോക്ടർമാർ, ഹോമിയോ ഡോക്ടർമാരെ പിടിച്ചകത്തിട്ട് ഇപ്പോഴും ഇടിക്കുന്നുണ്ട്. ഇവന് പിടിപാടുള്ളതുകൊണ്ടാണ് അവനെ അവർ സംരക്ഷിക്കുന്നത്. രാജ്കുമാർ സാറ് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ, മോനെ നാളെ വന്ന് ഡോക്ടർക്ക് ആശുപത്രി പരിശോധനയുണ്ട്. ഞാൻ രാവിലെ ഇവിടുത്തെ 5 മണിക്ക് പോയതാണ് ട്രെയിന്. 8 മണിയായപ്പോൾ അവിടെ ചെന്ന് തേവരെ ആദ്യമായിട്ട് പോവാം. പിന്നെ ഷിപ്പാട്ടിൻ്റെ അടുത്താന്ന് തോന്നുന്നു. അപ്പം ഉടനെ തന്നെ അവിടുന്ന് വിളിച്ചു, ആരെ ഡോക്ടറെ വിളിച്ചാണ്, ഇന്ന പോലെ നിങ്ങളുടെ ഒരു കേസുണ്ട്, പെട്ടെന്ന് മൊഴി എടുക്കണമെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞ് പറ്റത്തില്ലെന്ന് പറഞ്ഞാട്ടാ ഡോക്ടർ. എന്നോട് പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യും, പോയിട്ട് നാളെ വരാം. ഇനി നാളെ വരുന്ന ബുദ്ധിമുട്ടല്ല. ഞാൻ പറഞ്ഞു, ഞാൻ റെയിൽവേ സ്റ്റേഷൻ്റെ റോഡിൽ കിടന്നോളാം സാറേ, എൻ്റെ പിന്നെ ലോഡൊന്നും എടുക്കാൻ പറ്റത്തില്ല. അന്നേരം അവർക്ക് ദയ തോന്നിയ സാറിന്. പെട്ടെന്ന് വിളിച്ചിട്ട് വന്ന് പെട്ടെന്ന് ആരാവൻ പറഞ്ഞു. അന്നേരം 7 മണിക്ക് പറ്റുമെന്ന് പറഞ്ഞു. അന്ന് തന്നെ 7 മണിക്ക് ആയിരായി. അവനും അതിൻ്റെ പെണ്ണും പിള്ളയും കുറേ ഗുണ്ടകളുമായിട്ടാണ് വന്നത്. 2 കാറിലാണ് വന്നത്. കുറേ ഗുണ്ടകൾ എന്നെ വെട്ടാനാണ്. എനിക്ക് കാണാൻ പറയാന്മാരെ ഇവരുടെ പുറയില്ല. ഇവർ എല്ലാം കൂടെ വെച്ച് അതിനകത്ത് വീഡിയോ കോളോ ഏതാണ്ടൊക്കെ വെച്ച് കെട്ടിയാണ് വന്നിരിക്കുന്നത്. വന്ന് ഡോക്ടറെ വിളിച്ച് കയറ്റി രാജ്കുമാർ സാറ് മൊഴിയെടുത്തപ്പോൾ ഞാൻ കാര്യങ്ങൾ വിവരാവകാശ രേഖപ്രകാരമാണ് പറഞ്ഞത്, അല്ലാതെ വായി നിട്ട് പറഞ്ഞില്ല. കറക്റ്റ് കണക്ക് കൊടുത്ത് ഇന്ന സാറേന്ന് പറഞ്ഞാൽ ആ ഡോക്ടർ അക്ഷരം മിണ്ടിയില്ല. കാര്യം പറയാനൊന്നുമില്ല. അത് കഴിഞ്ഞപ്പോൾ സാറ് പറഞ്ഞേ, ആ മോനം പോയിക്കോ, ഞാൻ അന്വേഷിച്ച് വേണ്ട രീതി കൈകാര്യം ചെയ്യാമെന്ന് സാറൊരു കാര്യം ഇത് പറഞ്ഞു. സാറിന് ബോധ്യപ്പെട്ട് അത് ഇതിൻ്റെ ഭാഗമായിട്ട് ഈ ഡോക്ടറെ പരിധിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പനങ്ങാട് പോലീസ് സ്റ്റേഷനാണ്. പനങ്ങാട് പോലീസ് സ്റ്റേഷനിൽ കുറച്ച് ദിവസം കൊണ്ടേ വിളിക്കുന്നുണ്ട്. എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കണം. ഇപ്പോൾ ഒത്തിരി സ്റ്റേറ്റ്മെൻറ്റ് എടുത്തല്ലേ. എൻ്റെ മൊഴി എടുത്തിട്ട് ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് സബ് ഇൻസ്പെക്ടർ വന്നാൽ സാറ് വന്നിട്ട് പറഞ്ഞു, എന്നാൽ മോനാന്ന് പറഞ്ഞ് എൻ്റെ കോപ്പി എടുത്ത് തന്ന് എന്നിട്ട് പറഞ്ഞ് പോയിക്കോ, ഞങ്ങൾ കൊടുക്കാം. ഇനി ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇനി നീതി പ്രതീക്ഷിക്കുന്നില്ല കയ്യിൽ നിന്ന്. അത് പ്രതീക്ഷിക്കേണ്ട എനിക്കെന്നല്ല, ആർക്കും കിട്ടത്തില്ല. ഒന്ന്. രണ്ടാമത് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെയുള്ള ഡോക്ടറെ കയ്യാമം വെച്ച് ഒന്നേ കൊന്നു കളയണം. കാര്യം കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ ഒരുപാട് കുഞ്ഞുങ്ങളെ പരീക്ഷിച്ചിട്ടുണ്ട് അവനെ. ഒരു കുഞ്ഞിനെ അല്ല. എന്നാൽ പറയട്ടെ, അവനാ ഒന്ന് പോലീസിന് മുമ്പ് പറയട്ടെ. ഞാൻ വേറെ കൊടുത്തിട്ടെന്നും പറഞ്ഞാൽ കൊടുത്തെന്നും പറഞ്ഞാലും കുഴപ്പമില്ല, കൊടുത്തില്ലെന്നും പറഞ്ഞാൽ കാര്യം ഈ ഡോക്ടർക്ക് ഈ മരുന്ന് കൊടുത്ത് ചികിത്സിക്കാനുള്ള അധികാരമില്ല. ഇത് റുമറ്റോളജിയാണ്. ഈ തലമുറന്ന് പറഞ്ഞ് ക്യാൻസറിൻ്റെ മരുന്ന് കൊടുത്ത് ചികിത്സിക്കാനുള്ള അധികാരം ഓങ്കോളജിസ്റ്റിന് മാത്രം അധികാരപ്പെട്ടാണ്. അതായത് RCS തന്നെ വിവരാവകാശ രേഖ ഇരിക്കുന്നുണ്ട്. RCS തന്നെ മേളിൽ എഴുതിയേക്കാണ്ടോ, ഓങ്കോളജി വിഭാഗത്തിൽപ്പെട്ട ഡോക്ടർക്കാണ് താൽമേട് എന്ന മരുന്ന് കൊടുത്ത് ചികിത്സിക്കാനുള്ള അധികാരം. RCS തന്നതാ. ഇതുപോലെ എത്ര കുഞ്ഞുങ്ങളെ പരീക്ഷിച്ചിട്ടുണ്ട്. ഈ മരുന്ന് ക്ലിനിക്കൽ ട്രയൽ നടത്തിയ മരുന്നല്ല. അതിഗുരുതരമായ ക്യാൻസർ രോഗികൾക്ക് അന്തിമഘട്ടത്തിൽ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്നാണ് രണ്ടാമത്തേലും കിടപ്പുണ്ട്. അന്നത്തെ പ്രായം കൂടിയവർക്ക് വരുന്ന ഒരു തരം ക്യാൻസറാണ് മൾട്ടിപ്പിൾ മൈലോമ, പ്രോസ്റ്റേറ്റ് ക്യാൻസർ. ഇതിനൊക്കെ ഉപയോഗിക്കാറുണ്ട്. ക്യാൻസറിന് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ, പനിക്കും തലവേദനയ്ക്കൊന്നും കൊടുക്കുന്നതല്ല. ഇത്രയും ചെയ്ത് ഒരുപാട് കുഞ്ഞുങ്ങളെ ഇതുപോലെ അംഗവൈകല്യം വരുത്തിയിട്ടുണ്ട്, കൊന്നിട്ടുണ്ട് അവനെ, ഉറപ്പാണ്. അതിന് അന്വേഷിക്കാൻ പറ്റിയ നല്ലൊരു ഏജൻസി നമ്മുടെ കേരളത്തിലില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഒന്നേ സൗദി അറേബ്യയിലോ നമ്മൾ ചൈനയെ കുറ്റം പറയുന്നെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചൈന നടക്കത്തില്ല. ചൈനയിലോ സൗദി അറേബ്യയിലായിരുന്നു അവൻ്റെ തല വെട്ടിയനെ. കാര്യം കൊടും ക്രൂരതയെല്ലാം കാണിച്ചത്. കുഞ്ഞുങ്ങൾ ജീവിച്ച് കൊതു തീർന്ന് മരിക്കേണ്ട കുഞ്ഞുങ്ങളാണ്. അവരുടെ ശരീരത്തിൽ കൊടും വിഷം കുത്തിവെച്ചിട്ട് പണത്തിൽ ലാഭത്തിന് വേണ്ടി. ഇവനൊക്കെ മനസ്സാക്ഷിയുള്ള ഡോക്ടറാണോ? മനസ്സാക്ഷി. ഞാൻ പിന്നെ എന്താ വേണം? എനിക്ക് നീതി കിട്ടിയിരുന്നില്ല. പക്ഷേ ഞാൻ നീതിക്ക് വേണ്ടി പോയതാണ് എനിക്ക് ഏറ്റവും വലിയ മണ്ടത്തരം. എന്നെ മുഖ്യമന്ത്രി രക്ഷിക്കും, ആരോഗ്യമന്ത്രി രക്ഷിക്കും എന്ന് പറയും. ചുമ്മാതെ നമ്മുടെ വിദ്യ നമുക്ക് ആരും രക്ഷിക്കത്തില്ല. അവർ പണമുള്ളവരുടെ കൂടെ നിൽക്കും. അവർക്ക് കമ്മീഷൻ എവിടെ നിന്ന് കിട്ടുന്നോ അവരുടെ കൂടെ അവർ നിൽക്കുകയുള്ളൂ. നമ്മളോട് നിൽക്കത്തില്ലെന്ന് ഈ 4 വർഷം കൊണ്ട് പോതേ. ഞാൻ എഴുതിക്കുന്ന ഒരു പ്രാവശ്യം കണ്ടോ? എന്തോ അപേക്ഷ കൊടുത്തിട്ടുണ്ട്, 100 കണക്കിനല്ലേ കൊടുത്തേ, മറുപടി കിട്ടിയില്ല. അപ്പം എനിക്ക് കിട്ടിയനെ. ഞാൻ നീതി നോക്കി, നിയമം നോക്കിപ്പോയി. നീതി കിട്ടും. എൻ്റെ മുഖ്യമന്ത്രി എന്നെ രക്ഷിക്കും, എൻ്റെ ആരോഗ്യമന്ത്രി രക്ഷിക്കും. എനിക്ക് മെഡിക്കൽ കൗൺസിലുണ്ട്. മെഡിക്കൽ കൗൺസിൽ എക്സ് എന്നും പറഞ്ഞ് അടിച്ചു തന്നു 10 എണ്ണം. എന്തോന്ന് എനിക്ക് പണി ചെയ്യുന്നില്ല, ഒത്തിരി എക്സ്. എൻ്റെ മൊഴി ഓൺലൈനിൽ എടുത്തതാണ്. ഇത്രയും വിവരാവകാശ രേഖ കൊടുത്തിട്ട് പോലും അവർ എനിക്ക് തന്നില്ല. കൊടുക്കാൻ പാടില്ല. അത് അവരവരുടെ സൈഡാണ്. ചെയ്യാൻ പറ്റിയ പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഞാൻ അന്ന്, അതായത് ഈ നീതി നോക്കി പോകാതെ അന്ന് ഞാൻ വിചാരണ നടത്തിയിരുന്നെങ്കിൽ
ഇറക്കി വിചാരണ നടത്താനുള്ള അവകാശം ഉണ്ടല്ലോ. അന്ന് ഞാൻ വിചാരണ അവനെ നടത്തിയിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് പിന്നെ ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങാമായിരുന്നു. അതായത് എൻ്റെ കാലാവധി കഴിഞ്ഞിട്ട് ഇപ്പോൾ എനിക്ക് സുഖമായിട്ട് ഇറങ്ങാം. ഇനി ഞാൻ എത്ര നാൾ കിടക്കണം അവനെ കൊന്നേച്ച്? ശരിയാണോ? ഇനി ഞാൻ നന്ന് പറയാൻ ജീവിച്ചിരിക്കുമോ? അതിന് മുമ്പ് എന്നെ അവർ കൊല്ലും. അല്ല, പക്ഷേ നമുക്കൊരു നീതി ന്യായ വ്യവസ്ഥയുണ്ട്. ആ കോടതിയാണത് ശിക്ഷയൊക്കെ തീരുമാനിക്കുന്നത്, നമ്മളല്ല. ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പിൽ എത്തിക്കാനൊരു വക്കീൽ വേണ്ടേ? ഒരു സർക്കാർ വേണ്ടേ? സർക്കാർ കോടികൾ കൊടുത്ത് അവിടെ ഇവിടെയൊക്കെ നടക്കുന്നുണ്ടല്ലോ രാജ്യം മൊത്തം. എന്തിനാണ്? നിരവധികളെ പീഡിപ്പിക്കാനും പിന്നെ പനി പിടിച്ചതിനെ അടിക്കാനും മുടന്തനെ അടിക്കാനും കണ്ണില്ലാത്തനെ അടിക്കാനും വികലാങ്ങനെ അടിക്കാനും ഒക്കെ നടക്കുന്നില്ലേ? അപ്പോൾ ഇവർക്ക് എന്താ ന്യായത്തിൻ്റെ ഭാഗത്ത് കുറച്ചെങ്കിലും നിന്നൂടെ? ഞങ്ങളൊരു മനുഷ്യരല്ലേ, ഞങ്ങളും പൗരല്ലേ. ഞങ്ങൾ എവിടെ പോയി ഭൂമിയല്ല വേറെ ഗ്രഹത്തിൽ പോയി ജീവിക്കാൻ പറ്റുമോ? അതിൽ അങ്ങനെ ഒരു മനസാക്ഷിയൊക്കെ ഇവർക്ക് വേണ്ടേ? അത് നമ്മൾ പറഞ്ഞു കൊടുക്കണം അവർക്ക് മനസാക്ഷി. അവരുടെ ഉള്ളിലില്ലേ? അപ്പം ഞാൻ എന്തേ ഞാൻ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വയ്ക്കുകയാണ്. ഞാൻ കൊടുക്കേണ്ട എല്ലാം കൊടുത്തു. എങ്ങനെയെങ്കിലും ബഹുമാനം കോടതി ഇത് കേസ് എടുത്തില്ലെങ്കിൽ എങ്ങനെ? ഹൈക്കോടതി ഒരു ഉത്തരവിട്ട് കഴിഞ്ഞാൽ അവനകത്താവും. എന്തറിയാമോ? ഹൈക്കോടതിയിൽ നിന്ന് നീതി കിട്ടുമെന്ന് എനിക്കറിയാം. ഒരുപാട് വക്കീലന്മാരുണ്ട് പറഞ്ഞു. ഹൈക്കോടതി ഈ പോലീസുകാരും പറഞ്ഞു ചേട്ടൻ ഹൈക്കോടതി പോന്ന്. ഹൈക്കോടതി ഇപ്പോൾ വക്കീലില്ല, എനിക്ക് ഹൈക്കോടതി കൊണ്ട് കേസ് കൊടുക്കാം. എനിക്ക് അറിയത്തില്ല എഴുതാൻ ഹൈക്കോടതിയിൽ എങ്ങനെ അപേക്ഷ, അല്ലെങ്കിൽ ഞാൻ എന്നെ കൊടുത്തേനെ. ഇപ്പം മോനിച്ചേട്ടൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ അറിയാം. കാരണം 17 വയസ്സുള്ളൊരു മകന് ചികിത്സിക്കാൻ തുടങ്ങി. ഇപ്പം അദ്ദേഹത്തിന് 31 വയസ്സായി. നേരെ ഒന്ന് നിവർന്നു നിൽക്കാനുള്ള ഒരു ശേഷി പോലും ഇല്ല. ആ രീതിയിൽ ഇത്തരം മരുന്ന് കഴിച്ചിട്ട് ആരോഗ്യം മുഴുവൻ ശോഷിച്ചു പോയി. നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. ആ രീതിയിലാണ് ഇപ്പം ഈ പറഞ്ഞിരിക്കുന്ന മരുന്ന്, ഈ ഡോക്ടർ കൊടുത്തിരുന്ന മരുന്ന് തലീഡോമൈഡ് എന്ന മരുന്നാണ്. ഇത് മൾട്ടിപ്പിൾ മൈലോമ രോഗത്തിന് നൽകുന്നതിനാണെന്നാണ് പറയുന്നത്. അത് റീജിയണൽ ക്യാൻസർ സെൻ്ററിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റാണ്. എന്തായാലും ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഡോക്ടർക്ക് ഇത്തരത്തിൽ ഈ മരുന്ന് കൊടുക്കാനുള്ള യാതൊരു അവകാശവും ഇല്ല എന്ന് തന്നെയാണ് ഈ രേഖകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും ഗുരുതരമായ ഒരു കൃത്യവിലോപം തന്നെയാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. മരുന്ന് പരീക്ഷണം എന്നുള്ള രീതിയിൽ തന്നെയാണ് മോഹനൻ ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പരാതി നൽകിയിരിക്കുന്നത്. പക്ഷേ നടപടിയൊന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ആ വികാരഭരിതമായ വാക്കുകളിൽ കൂടി ഇങ്ങനെ പറഞ്ഞത്. എങ്കിലും അദ്ദേഹത്തിന് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വാസമുണ്ട്, ഹൈക്കോടതിയെ വിശ്വാസമുണ്ട്. ഹൈക്കോടതിയിൽ നിന്നും നീതി ലഭിക്കുമെന്നാണ് അദ്ദേഹം കരുതുന്നത്. അദ്ദേഹത്തിന് നല്ലൊരു അഡ്വക്കേറ്റിനെ കിട്ടാത്തത് കൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ മുന്നോട്ട് പോകാൻ കഴിയാതെ ഇവിടെ നിൽക്കുന്നത്. ഏതെങ്കിലും നല്ലൊരു അഡ്വക്കേറ്റ്, വിശ്വാസമുള്ള, അദ്ദേഹത്തിന് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം അവരെ ബന്ധപ്പെട്ടിട്ട് ഈ കേസ് ഹൈക്കോടതിയിലേക്ക് കൊണ്ടുപോകും. എന്തായാലും വലിയ ഗുരുതരമായ ഒരു ആരോപണം തന്നെയാണ് ഇപ്പോൾ അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. ഇതിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. സർക്കാർ ഉടൻ ഇടപെടണം എന്ന് തന്നെയാണ് മോഹനും ഞങ്ങൾക്കും പറയാനുള്ളത്. കരുനാഗപ്പള്ളിയിൽ നിന്നും രഞ്ജിത്ത് എസ് പിള്ളയ്ക്കൊപ്പം ആർ പിയൂഷ്, മറുനാടൻ TV.